എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ദൈനംദിന വെബിനാർ സീരീസായ 2148 ദിവസമായ ഇന്ന് നമ്മൾക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ N ഹരിഹരൻ സാറാണ്. അതിനു മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. നമുക്ക് വളരെ പരിചിതനാണ് ഡോക്ടർ N ഹരിഹരൻ സാർ. സാറ് ഇവിടെ നമ്മുടെ IFPH പ്ലാറ്റ്ഫോമിൽ കുറെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഈ അടുത്ത സമയത്തും നമുക്ക് ഡോക്ടറുടെ 45 വർഷത്തെ ചികിത്സാ പരിചയമാണ് നമ്മൾക്ക് ഡോക്ടർ വളരെ ഗുളിക രൂപത്തിൽ ഇങ്ങനെ നമുക്ക് തരുന്നത്. ആസ്മ ആൻഡ് ബ്രോങ്കൈറ്റിസിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ ക്ലാസ് ഉണ്ടായിരുന്നു, 1-ാം ഭാഗം. ഇന്ന് നമുക്ക് 2-ാം ഭാഗമാണ് ഡോക്ടർ എടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഇവിടെ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ നമുക്കൊരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. ഡോക്ടർ നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന ക്ലാസ് എടുക്കുന്നതുകൊണ്ട് ഡോക്ടർക്ക് ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. ഡോക്ടർ ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർഡ് CMO ആയിരുന്നു. 45 വർഷത്തെ ചികിത്സാ പാരമ്പര്യം. അപ്പം ഡോക്ടർ നമുക്ക് ഈ വേദിയിലേക്ക് സമയം കളയാതെ തന്നെ ഡോക്ടർ വിലപ്പെട്ട അറിവിനായിട്ട് ഡോക്ടറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ ആരംഭിക്കാലോ അല്ലേ? ഓക്കെ ഡോക്ടർ, സ്വാഗതം. നമുക്ക് തുടങ്ങാം. തുടങ്ങാന്ന് പറയുമ്പം ഞാനൊരു കഥ ഓർത്തു പോകും. എൻ്റെ വീട് കോഴിമുക്ക് എന്ന് പറയുന്നത് എടത്തുവ വരെ പോണ്ട ആ തകഴിയിൽ നിന്ന് ഏതാണ്ടൊരു 4-5 കിലോമീറ്റർ 5-6 കിലോമീറ്റർ പോയാൽ ഒരു കുഗ്രാമം ഈ കോഴിമുക്ക് എന്ന് പറയുന്നത്. അന്ന് അതായത് ഒരു 10-40 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുഗ്രാമമാണ്. അതായത് തോടും പുഴകളും വയലുകളും ഒക്കെ ഉള്ള ഒരു കുഗ്രാമമാണ്. അപ്പം വരമ്പത്താണ്. കൂടാണ് ഞങ്ങൾ നടന്ന് അമ്മയുടെ വീട്ടിൽ പോകുന്നത്. എൻ്റെ അമ്മയുടെ വീടാണ്. ഏറ്റവും സന്തോഷപ്രദകരമായ ഈ വെക്കേഷൻ അവിടെയാണ് ഞങ്ങൾ പിടിച്ചെടുത്തത്. അപ്പോൾ അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഒരു ദേവീക്ഷേത്രമുണ്ട്. ആ ദേവീക്ഷേത്രം ആറാട്ട് ദിവസം അവിടുന്ന് ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ നടന്നു വേണം ആറാട്ട് കടവിലെത്താൻ. ഒരിക്കല് ആറാട്ട് കടവിലേട്ട് ഈ നടന്ന് തലയില് ഈ ബിംബം വെച്ചോണ്ടാണ് ആറാട്ട് കടവിൽ. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, അത് തലയെ വെച്ചോണ്ടാണ്. അപ്പൊ അങ്ങനെ വെച്ചോണ്ട് ആറാട്ട് കടവ് എത്താറാകുമ്പം അവിടെ ഒരു ചെറിയ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിന്റെ അടിയില് ആണ് നമ്മുടെ കഥാനായകൻ ചാക്കോ മാപ്പിള താമസിച്ചിട്ട്. ചാക്കോ മാപ്പിള അവിടെ വർഷങ്ങളായിട്ട് താമസിക്കുകയാണ്. വളരെ പ്രായമാണ്, ഒരു 75-80 വയസ്സോളം. ഈ തലയില് ഇത് വെച്ചോണ്ട് ഏതാണ്ട് അവിടെ എത്തിയപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ശരശരവും നമ്മൾ മഴ പെയ്യും. ഈ ബിംബം മൂടാൻ പറ്റുന്നില്ല, എല്ലാവരും ഹറിബറി പോകുക. അപ്പൊ ചാക്കോ മാപ്പിള എന്ത് ചെയ്തെന്ന് വെച്ചാല് അദ്ദേഹം മഴക്കാലത്ത് പുതയ്ക്കുന്ന ഒരു പുതപ്പുണ്ട്, കമ്പിളി. ഉടൻ തന്നെ ഈ കമ്പിളി എറിഞ്ഞു കൊടുത്തു. അതിനെ പുതപ്പിക്ക്, നിങ്ങൾ നനയ്ക്കാതെ എന്നും പറഞ്ഞ് അവരുടൻ തന്നെ കമ്പിളി വാങ്ങിച്ച് അത് പുതപ്പിച്ചു. മഴയത്ത് നനയാതെ തന്നെ ആറാട്ട് കഴിഞ്ഞ് അവര് എത്തി. അപ്പം ആ മഴയത്ത്, കർക്കിടക മാസത്തിലെ മഴയത്ത് തണുപ്പ് പിടിച്ച് ചാക്കോ മാപ്പിള മരിച്ചു. പിറ്റേ വർഷം ആറാട്ടായപ്പം ദേവസ്വത്തിൽ നിന്ന് ചാക്കോ മാപ്പിളയ്ക്ക് ഒരു കത്ത്. നിങ്ങൾ എല്ലാ വർഷവും കൊടുത്തു വരുന്ന ദേവിയെ പുതപ്പിക്കാനുള്ള ആ പുതപ്പ് ഇക്കൊല്ലവും തന്ന് ഞങ്ങളെ റെസീറ്റ് വെട്ടേണ്ടതാണ് ചാക്കോ മാപ്പിളയ്ക്ക്. ചാക്കോ മാപ്പിള ചത്തുപോയി. ചാക്കോ മാപ്പിളയെ നനയായിരിക്കാൻ വേണ്ടി കൊടുത്തതാണ് എന്ന് പറഞ്ഞ കണക്ക് ആ ധനേഷ് ഇപ്പൊ എന്നെ പിടിച്ചിരിക്കുന്നു. നിങ്ങളെ എല്ലാ ആഴ്ചയിലും നടത്തുന്ന ക്ലാസിന്റെ സമയമായിരിക്കുന്നു. നിങ്ങൾ ആ ക്ലാസ് IFPH വന്നെടുക്കണം എന്ന് പറഞ്ഞ് ധനേഷ് എനിക്ക് ഉണ്ടാസ് തന്നു. ഞാനത് അനുസരിക്കും. കാര്യം ധനേഷിന്റെ ആത്മാർത്ഥത ഈ IFPH-നോടുള്ളത്
വളരെ 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 കൂടുതലാണ്. ഇതേവരെ ഒരാളെയും ഞാൻ അങ്ങനെ ഇത്രയും ആത്മാർത്ഥമായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ ആ കഥ ഞാൻ ഓർത്തുണ്ടെങ്കിൽ പറഞ്ഞെന്നുള്ളത്. നമുക്കിനി ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു തീർത്തത് എനിക്ക് തോന്നുന്നു ആസ്മയുടെ ബേണിംഗ് ഓഫ് ദി ചെസ്റ്റ് വിത്ത് നോസിയ കാലിനേട്രിക്, അതാണ് നമ്മൾ എടുത്തു തീർത്തത്. ഇനി അതിന്റെ ഈ മൊഡാലിറ്റീസ് വെച്ചുകൊണ്ടുള്ളതാണ് നമ്മളിത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ മൊഡാലിറ്റീസിന്റെ പറയുകയാണെങ്കിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതായിരിക്കും. ഇതെല്ലാം വാസ്തവത്തിലെ ഈ യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ്. അവർക്കാണ് ഇത് കൂടുതൽ പ്രയോജനപ്പെടുക. എനിക്ക് അവരെ എങ്ങനെയെങ്കിലും ഒന്ന് ഇത് ചെയ്തെടുക്കണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. അവർക്ക് പ്രാക്ടീസ് കിട്ടണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഈ ഗുളിക രൂപത്തിൽ പറയുന്നതിന്റെ കാര്യം. ആസ്മയുടെ അഗ്രിവേഷന് ഇപ്പം ആഫ്റ്റർ സ്ലീപ്പ് അഗ്രിവേഷൻ വന്നാൽ സാധാരണ മെഡിസിൻ കൊടുക്കേണ്ടത് ലാക്കസിസ് ആണ്. പിന്നെ ആഫ്റ്റർ സ്ലീപ്പും കൊടുക്കാം. അതുപോലെ തന്നെ സ്ലീപ്പ് ഇൻറ്റു അഗ്രിവേഷൻ, അതിനും ലാക്കസിസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് റെമഡിയാണ് ലാക്കസിസ്. പിന്നെ ഈ ലയിങ് ഡൗൺ അറ്റ് നൈറ്റ്, ആ സമയം കിടന്നു കഴിഞ്ഞാൽ ഉടനെ വിമ്മിഷ്ടം വരിക. അതിന് 3 മരുന്നാണ് സാധാരണയായിട്ട് നമുക്കുള്ളത്. അതായത് ആറേലിയ റെസിനോസ, ഗ്രൈൻഡീലിയ ആൻഡ് സാംബുക്കസ്. ഈ 3 മരുന്നാണുള്ളത്. പിന്നെ കോൾഡ് ഡാമ്പ് വെതറിൽ വിമ്മിഷ്ടം അഗ്രവേറ്റ് ചെയ്യുക. വിമ്മിഷ്ടം ആൾറെഡി ഉണ്ട്, അപ്പം അത് അഗ്രവേറ്റ് ചെയ്യുക. അങ്ങനെയാണല്ലോ എപ്പോഴും സംഭവിക്കുന്നത്. ഒരു ഡിസീസ് അഗ്രവേറ്റ് ചെയ്യുന്നതിന് പ്രത്യേക സമയം, അമ്ലിറേഷൻ ചെയ്യുന്നതിന് പ്രത്യേക ഒരു സിറ്റുവേഷൻ. അത് കോൾഡ് ഡാമ്പ് വെതറിൽ അഗ്രവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാവുന്ന 2 മരുന്നാണ് മനസ്സിൽ വെക്കേണ്ടത്. ഒന്ന് ഡെർക്കാമറ, മറ്റേത് നാട്രോസൾഫ്. പിന്നെ ഡ്രൈ കോൾഡ് വെതർ, ഡ്രൈ ആയിരിക്കണം, കോൾഡും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഹെപ്പാർ സൾഫും പോസ്റ്റിക്കും. അതുകൊണ്ടാണ് AC-യിൽ ഇരുന്ന ആൾക്കാർ കയറുമ്പം തണുപ്പ് ഉണ്ടാകുമ്പോൾ കൊടുക്കാൻ പറ്റിയ മരുന്നാണ് ഹെപ്പാർ സൾഫും കൊടുക്കാം, കോസ്റ്റിക്കും. അത് ഡിപ്പെൻസ്, അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള. പിന്നെ അടുത്തത് കോൾഡ് ഡ്രൈ വെതർ, കോൾഡ് ആയിരിക്കും, ഡ്രൈ വെതർ ആയിരിക്കും. അതിന് കൊടുക്കാൻ പറ്റിയ മെഡിസിനാണ് കോസ്റ്റിക്കം. അപ്പൊ ഈ കോസ്റ്റിക്കവും നാട്രോസൾഫും എപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കണം. മഴക്കാലത്ത് നമ്മൾ നാട്രോസൾഫ് കൊടുക്കുകയാണെങ്കിൽ മഞ്ഞുകാലത്ത് അതായത് കോൾഡ് ഡ്രൈ വെതർ സമയത്താണെങ്കിൽ കോസ്റ്റിക് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം. ചിലപ്പം ഹെപ്പാർ സൾഫും നമുക്ക് ഗുണകരമായിട്ട് വരും. പിന്നെ ഈ ഫാളിങ് അസ്ലീപ്പ് ഞാൻ പറഞ്ഞല്ലോ, ലാക്കസിസ് ആണ്. അതിന്റെ കൂടെ കൊടുക്കാവുന്ന ഒരു ടിഞ്ചർ, അത് ബെസ്റ്റ് ടിഞ്ചർ ഗ്രൈൻഡീലിയ ടിഞ്ചറാണ്. പിന്നെ ചില ആൾക്കാർക്കാണെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെയാണ് ഈ വിമ്മിഷ്ടം വരിക. അതിന് ബെസ്റ്റ് മെഡിസിൻ ഈസ് നക്സോമിക്ക. പിന്നെ പൊടി അടിച്ചു കഴിഞ്ഞാൽ, ഡസ്റ്റ് അലർജി ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന 2 മരുന്നാണ്. ഒന്ന് പോത്തോസും ഒന്ന് എപ്പിക്കാക്കും. പിന്നെ അഗ്രവേഷൻ സിറ്റിംഗ് അപ്രൈറ്റ് പൊസിഷൻ, അങ്ങനെയാണെങ്കിൽ കൊടുക്കാവുന്ന ഒരു മരുന്നാണ് സോറിന്. പിന്നെ വിത്ത് ഹെഡ് ബെൻഡ് ബാക്ക്വേർഡ്സ് മെഡിസിൻ ഹെപ്പാർ സൾഫ്. പിന്നെ വിമ്മിഷ്ടത്തിന് കൂടെ തന്നെ വൊമിറ്റിങ്ങും കൂടെ ഉണ്ടെങ്കിൽ വി ക്യാൻ ഗീവ് കുപ്രമേറ്റ്. ഇത്രയാണ് സാധാരണ ഞാൻ ഒരു അഗ്രവേഷനിൽ എഴുതി വെച്ചിരിക്കുന്നത്. എൻ്റെ അനുഭവത്തിൽ ഇത്രയൊക്കെ തന്നെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അടുത്തത് അമിലിയറേഷൻ. സീസൈഡിൽ ചെന്ന് കഴിഞ്ഞാൽ അമിലിയറേഷൻ ചെയ്യുന്ന മെഡിസിനാണ് ബ്രോമിയൻ. പിന്നെ ഫോർവേഡ് ബെൻഡിങ്, അതായത് ഇരുന്ന് കഴിഞ്ഞിട്ട് മുന്നോട്ട് ആഞ്ഞ് ഇരിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കാലിക്കാർ.
പിന്നെ ഇറക്റ്റേഷൻ വരുവാണെങ്കിൽ, ഏമ്പക്കം വിടുക, അങ്ങനെ വരികയാണെങ്കിൽ ദറ്റ് ഈസ് കാർബോവെഗും നക്സോമിക്ക് വരാം. പിന്നെ കഫക്കെട്ട് ഉണ്ട്. അത് കാർക്കിച്ചോ ചുമച്ചോ എങ്ങനെയെങ്കിലും പോയി കഴിയുമ്പോൾ ആശ്വാസം കിട്ടുകയാണെങ്കിൽ ആറേലിയായും എപ്പിക്കാക്കും അതിൻ്റെ മെഡിസിനാണ്. പിന്നെ ലൈയിങ് ഡൗൺ കീപ്പിംഗ് ആംസ് വൈഡ് അപ്പാർട്ട്, അതായത് കിടന്നിട്ട് കൈ രണ്ടും നൂർത്ത് വെച്ച് കിടക്കുക, ദാറ്റ് ഈസ് സോറിനമാണ്. പിന്നെ നാക്ക്, അതായത് ഈ ടങ് വെളിയിലേക്ക്, നാക്ക് വെളിയിലേക്ക് ഇടുക എന്നിട്ട് ശ്വസിക്കാൻ ശ്രമിക്കുക, അതിൻ്റെ മെഡിസിനാണ് മെഡോറിൻ. പിന്നെ ഫ്രം മൂവ്മെന്റ് ആണെങ്കിൽ അതിന് ഫെറോം ലൊബീലിയ ടിഞ്ചർ. ഫെറോ നമ്മൾ 200 പൊട്ടൻസി കൊടുക്കണം, ലൊബീലിയ ടിഞ്ചറും കൊടുക്കണം. പിന്നെ സിറ്റിംഗ് അപ്പ്, ഒരു മരുന്നാണ് പൾസാറ്റില. ഈ പൾസാറ്റിലേക്ക് ഉള്ള വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വിമ്മിഷ്ടം വന്നു കഴിഞ്ഞാൽ ഉടനെ ജനലും ഒക്കെ കംപ്ലീറ്റ് തുറന്നിടും, ഇല്ലെങ്കിൽ വാതിൽ തുറന്ന് വെളിയിൽ ചാടും. അങ്ങനെയായിരുന്നാണ് പൾസാറ്റില. പൾസാറ്റില ഒരു വെരി ഫൈൻ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയും കൂടാണ് ഈ ആസ്മയ്ക്ക് എന്നുള്ളതല്ല, മിക്കവാറും രോഗങ്ങൾക്കെല്ലാം ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയാണ് പൾസാറ്റില. ഒരു പേഷ്യൻ്റ് ഞാൻ എപ്പോഴും ഓർക്കാറുള്ള ഒരു പേഷ്യൻ്റാണ്. അതായത് അവര് ഈ തോട്ടപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഈ പയ്യൻ എൻ്റെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവൻ്റെ കല്യാണം കഴിഞ്ഞു, വൈഫിനെ കൂട്ടി വീട്ടിൽ കൊണ്ടുവന്നു. ഫസ്റ്റ് നൈറ്റിൽ തന്നെ ഈ കുട്ടിക്ക് ഭയങ്കര വലിവ്, ഒരു രക്ഷയില്ല. അപ്പോൾ എന്നിട്ട് ഈ കൊച്ചെന്തെടുത്തെന്നറിയാം, ജനലും കതവും എല്ലാം തുറന്നിട്ട് വെളിയിൽ ചാടി ആ സിറ്റ് ഔട്ടിലിരുന്ന് ശ്വസിച്ച് കുറെ കഴിഞ്ഞു കുറഞ്ഞു. എന്നിട്ടാണ് കിടന്നുറങ്ങിയത്. അപ്പൊ അന്ന് പിറ്റേ ദിവസം ഫസ്റ്റ് നൈറ്റാണ്, പിറ്റേ ദിവസം രാവിലെ ക്ലിനിക്കിൽ കൊണ്ടുവന്നു. അപ്പൊ ഞാൻ അന്ന് കൊടുത്ത മെഡിസിനാണ് പൾസാറ്റില 10 ഒരു ഡോസ് കൊടുത്തു. ഒറ്റ ഡോസേ കൊടുത്തുള്ളൂ, വേറെ ടിഞ്ചേഴ്സോ മറ്റൊന്നും കൊടുത്തിട്ടില്ല. കാര്യം കൊണ്ടുവരുമ്പോൾ തന്നെ ഇഷ്ടമെല്ലാം കുറഞ്ഞു. അപ്പൊ ഇന്ന് രാത്രിയിൽ ഉണ്ടാവുമോ എന്നായിരുന്നു പേടി, പക്ഷെ ഉണ്ടായില്ല. പൾസാറ്റില 10 ഒരു ഡോസ് കൊടുത്തു. അതിനുശേഷം പിന്നെ ഞാൻ കൊടുത്തത് പിന്നെ വേറെ ഒന്നും ഉണ്ടായില്ല. ട്യൂബർകുലിനം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ട്യൂബർകുലിനം 10 ഒരു ഡോസും കൂടെ കൊടുത്തു. പിന്നെ കുട്ടിക്ക് വിമ്മിഷ്ടം വന്നിട്ടേയില്ല. എനിക്കൊരു പേടിയുണ്ടായിരുന്നു, പ്രഗ്നൻസി പീരീഡിൽ വിമ്മിഷ്ടം വരുമോ എന്ന് പേടി, പക്ഷെ ഉണ്ടായി. പിന്നെ ടേണിംഗ് ഇൻ ബെഡ് അഗ്രവേഷൻ ചെയ്യുക. ടേണിംഗ് ഇൻ ബെഡ് അഗ്രവേഷൻ അഗ്രവേഷനിൽ ഉണ്ടാകുന്ന മെഡിസിൻ ആഴ്സനിക്. പിന്നെ നമുക്ക് ഈ മൂവ്മെന്റ് കൊണ്ട് അഗ്രവേഷൻ ഉണ്ടാകും ചിലപ്പോൾ. അതായത് സ്റ്റിൽ അനങ്ങാതെ കിടക്കുകയാണെങ്കിൽ വിമ്മിഷ്ടം ഉണ്ടാകുകയില്ല. പക്ഷെ ആ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻ ബ്രയോണിയ തന്നെയാണ് കൊടുക്കാൻ പറ്റിയത്. പിന്നെ ഹെഡ് ബെൻഡിങ് ബാക്ക്വേർഡ് അമിലിറേഷൻ, തല പുറകോട്ട് ഇങ്ങനെ ആക്കി ഇരിക്കുകയാണെങ്കിൽ അതിന്റെ മെഡിസിൻ സ്പോഞ്ച് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് കാർഡിയാകാസ്മയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻസ് കാക്ടസ് ആണ്. കാക്ടസ് നിങ്ങൾക്കറിയാമല്ലോ, നെഞ്ചിനകത്ത് ഇങ്ങനെ ഒരു പിടുത്തം പോലെ. അതിന് ഇന്ന് ഒരു പേഷ്യൻ്റ് എനിക്ക് ഒരു വൈകിട്ട് 5 മണിയായപ്പോൾ എനിക്ക് ഫോൺ ചെയ്തു, കാർത്തികപ്പള്ളിയിൽ നിന്നാണ് ഫോൺ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ നാളെ വന്നോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്താ കേസ് പറയാൻ? അത് എൻ്റെ വൈഫിന് ആസ്മയാണ്. അപ്പോൾ വൈഫ് അടുത്തുണ്ടോയെന്ന് ചോദിച്ചു. അടുത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർ 18 വർഷമായിട്ട് ആസ്മയ്ക്ക് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുക. ഇംഗ്ലീഷ് മോഡേൺ മെഡിസിനാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കേസ് ചോദിച്ചപ്പോൾ അവർ അതിൻ്റെ ഓർഡർ പറഞ്ഞു. ആദ്യം എനിക്ക് തുമ്മലായിട്ട് വന്നു, മൂക്കി ഉറിച്ചിലൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ അത് അലർജി ആണെന്ന് പറഞ്ഞു. അപ്പോൾ അലർജിക്ക് വേണ്ടിയിട്ടുള്ള മുണ്ടേക്കൽസിനുള്ള മരുന്ന് കഴിച്ചു.
കഴിച്ചു. കുറച്ച് നാൾ കഴിച്ചിട്ട് അതായത് ചൊറിച്ചിൽ പോയി, പക്ഷെ പതുക്കെ വീസിങ് തുടങ്ങി. വീസിങ് തുടങ്ങിയപ്പോൾ ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് നിങ്ങൾ ആസ്മ പേഷ്യൻ്റ് ആണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ ഈ ഇൻഹെയിലറിനെ പ്രിസ്ക്രൈബ് ചെയ്യാം. അങ്ങനെ ഇൻഹെയിലർ അടിച്ചുകൊണ്ടിരുന്ന ഒരു 5 വർഷം മുമ്പ് വരെ ഇൻഹെയിലർ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. 5 വർഷം മുമ്പ്. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു പ്രാവശ്യം. അത് കഴിഞ്ഞിട്ട് അത് 2 കഴിഞ്ഞ് 3 ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഇൻഹേലർ അടിച്ചിട്ടും ഇവർക്ക് ആസ്മ കുറയുന്നില്ല. അപ്പം ഇവരുടെയൊക്കെ പറഞ്ഞു, ഇതെന്താ ഡോക്ടറെ ഇപ്പൊ കുറയാത്ത? ഞാൻ പറഞ്ഞു, ഇനിയും കുറയത്തില്ല. കാര്യം എന്താന്ന് വെച്ചാൽ ഈ ബ്രോങ്കിയൽ ട്യൂബ്സിന്റെ ഈ ചുരുങ്ങാനും വികസിക്കാനുമുള്ള ആ ബ്രോങ്കിയൽ മസിൽസ് ഉണ്ട്. ആ മസിൽസിന്റെ കാപ്പാസിറ്റി നഷ്ടപ്പെട്ടു വരും. ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിതൊക്കെ പറഞ്ഞു, നിങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ആ സാധനം അടിച്ചപ്പോഴത്തെ എന്ത് പറ്റിയാൽ അത് വികസിച്ചു. ആ ആ ആ ലൂമൻ വികസിച്ച് തന്നെ ഇരിക്കുകയാണ് ഇപ്പൊ, അത് ചുരുങ്ങത്തില്ല. അപ്പൊ ആ സമയത്ത് ഈ നെഞ്ചുവേദനയും വന്നിരിക്കുകയാണ്. ഇത് വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്റെയൊക്കെ ചോദിച്ചു, കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് അത് കഴിഞ്ഞിട്ട് അവർ ഡോക്ടറെ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു, ഇനിയും രക്ഷയില്ല, നിങ്ങൾക്ക് ഓക്സിജൻ തരേണ്ടി. അതിന്റെ കൂട്ടത്തിൽ കോർട്ടിസോണും കൂടെ കഴിക്കണം. അപ്പൊ ഈ സ്ത്രീ പറയുകയാണ്, എനിക്ക് കോർട്ടിസോൺ കഴിക്കാൻ മേല, കഴിച്ചാൽ ഉടനെ എനിക്ക് ഡയബറ്റീസ് പിടിപെടും, അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ മേല എന്ന് ഡോക്ടറൊക്കെ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, അതേ ഉള്ളൂ മാർഗം, വേറെ മാർഗമൊന്നുമില്ല. അതാണ് സോറ സൈക്കോട്ടിക്. ആ ഇൻഡ്യൂറേഷന്റെ കാലം കഴിഞ്ഞു. ഇൻഡ്യൂറേഷന്റെ സമയത്താണ് അവിടെ മ്യൂക്കസ് ഡിസ്ചാർജും എല്ലാം വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഒരു സിഫിലിറ്റിക് സ്റ്റേജിലേക്ക്, റിസ്ട്രക്റ്റീവ് സ്റ്റേജിലേക്ക് പോയിരിക്കുകയാണ്. അതിനിയും തിരിച്ചു വരാൻ ഹോമിയോപ്പതി മരുന്നുകൊണ്ടൊന്നും സാധ്യമല്ല എന്നാണ് എൻ്റെ അനുഭവത്തിൽ കാണുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അത് ഇനിയിപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ കേസ് എടുത്തില്ല. അവർ നാളെ വരാനായിട്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ പറഞ്ഞു, വരണ്ട, ആ അലോപ്പതി ഡോക്ടറെ തന്നെ കാണിക്കാൻ പറഞ്ഞു. ഈ ആസ്മ എല്ലാവരും നിസ്സാരമായിട്ട് കണക്കൂട്ടും. ഈ ഇൻഹേല ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പ്രശ്നമില്ല, കുറഞ്ഞു കിട്ടുമെന്ന് പറയും. പക്ഷെ ഇങ്ങനെയൊരു ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അത് പിന്നെ അടുത്തത് കോയിഷൻ അഗ്രവേഷൻ. കോയിഷൻ അങ്ങനെ അഗ്രവേറ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ മെഡിസിൻ അംബ്രാഗ്രീസയും അസഫോയിറ്റിഡയും, ഈ 2 മരുന്നുകൊണ്ട് നമുക്കത് മാനേജ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ കൊറൈസ, അതായത് ജലദോഷം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ആസ്മയിലേക്ക് മാറുന്ന കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ ദാറ്റ് മെഡിസിൻ ഈസ് സൾഫർ ആണ്. സൾഫർ അത് കൊറൈസ പ്രിസീഡഡ് ബൈ, അതായത് കോൾഡ് പ്രിസീഡഡ് ബൈ ആണെങ്കിലാണ് സൾഫർ. പിന്നെ ഈ കൊറൈസ വിത്ത് വരുവാണെങ്കിൽ നാട്രൽ സൾഫർ സ്പോഞ്ചിയ, പിന്നെ ടിഞ്ചർ, ജസ്റ്റീഷ്യ ടിഞ്ചറും കൂടെ കൊടുക്കാം. പിന്നെ കഫോടുകൂടി നല്ല ചുമയോടുകൂടി വരികയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻ കലാഡിയം കൊടുക്കാം. കലാഡിയത്തിന് വേറെ ഒരു സിംറ്റം കൂടെ ഉണ്ട്, ഓൾട്ടർനേറ്റീവ് വിത്ത് സ്കിൻ ഇറപ്ഷൻ. അതിന് കലാഡിയം നല്ലതാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സിംറ്റംസ് ഉണ്ടെങ്കിൽ നാട്രമറും കൂടെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇങ്ങനെ ഈ കഫ് വരുവാണെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ ബ്രോങ്കൈറ്റിസ് പേഷ്യൻസിന് കഫ് വരുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ആ ബ്രോങ്കിയൽ ട്യൂബിൽ ഇൻഫ്ലമേഷൻ ഉണ്ടെന്നാണ് അർത്ഥം. ആ ഇൻഫ്ലമേഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ എപ്പോഴും കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്ന് ഫോസ്ഫറസ് 0/3 ഒരു 3 നേരം വെച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ ഒരു ഡോസ് ഒരു 4 പില്ലറ്റ് എടുത്ത് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടിട്ട് അത് ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു 2 hour ഇൻ്റർവെൽ വെച്ച് കഴിക്കാൻ പറയാം. അത് കഴിച്ചു കഴിഞ്ഞാൽ ഈ ചെസ്റ്റിലെ ആ ഇൻഫെക്ഷൻ, ബ്രോങ്കൈറ്റിസ് കുറഞ്ഞു വരും. അതേസമയം ഈ കുട്ടികൾക്കാണെങ്കിൽ ഈ ഫീവർ വിത്ത് നല്ല ഹൈ ടെമ്പറേച്ചർ ഉണ്ട്, ബ്രോങ്കൈറ്റിസ് ഉണ്ട്, കുറേശ്ശെ നമ്മൾ സ്റ്റെപ്പ് വെച്ച് നോക്കുമ്പോൾ ഒരു വീസിങ് കാണാനുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അത് ബ്രോങ്കിയൽ
ആസ്മയിലേക്ക് പോകാൻ അല്ല ന്യൂമോണിയയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിന് കൊടുക്കേണ്ട മെഡിസിൻ നല്ല ഷുഗർ മെഡിസിൻ ആണ്. പെരേട്രമിഡ് 30, അത് ഒരു 2 gram പിൽസ്. കുറച്ച് പ്രായമുള്ള കുട്ടിയാണെങ്കിൽ 2 gram പിൽസ് ഒരു ½ hour ഇന്റർവെല്ലിൽ 4 ഗുളിക വെച്ച് കൊടുക്കാൻ പറ്റും. അതിന്റെ കൂട്ടത്തിൽ ആന്റിൻഡാറ്റ് 30 അതും 2 hour ഇന്റർവെല്ലിൽ വെച്ച് കൊടുക്കാം ആന്റിൻഡാറ്റ് 30. അത് അപ്പം പെരേട്രമിഡും ആന്റിൻഡാറ്റും വളരെ അടുപ്പിച്ച് തന്നെ കൊടുക്കാം. ഈ ഫോസ്ഫറസ് 30 ഒരു 3 നേരം വെച്ച് കൊടുക്കുക. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ കൊടുക്കാൻ പറ്റുന്ന ടിഞ്ചേഴ്സ് ഉണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. ഹോമിയോപ്പതിക്ക് ഈ ആസ്മ ചികിത്സിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ടിഞ്ചേഴ്സും കൂടെ അതിന്റെ കൂട്ടത്തിൽ പ്രിസ്ക്രൈബ് ചെയ്യും. അതിപ്പോ ഞാൻ ലാസ്റ്റ് ടിഞ്ചേഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാനത് പറഞ്ഞു തരാം. പിന്നെ ഡയറിയ ആൾട്ടർനേറ്റ് ചെയ്ത് വരിക. ആസ്മ ആൾട്ടർനേറ്റിംഗ് വിത്ത് ഡയറിയ, അതൊക്കെ നമുക്ക് കിട്ടാവുന്ന ഇതാണ്. ആൾട്ടർനേറ്റിംഗ് വിത്ത് ഡയറിയ ആണെങ്കിൽ നാട്രോസൾഫ് ഇസ് ദ മെഡിസിൻ. നാട്രോസൾഫ് ഞാൻ മുമ്പേ പറഞ്ഞു, നാട്രോസൾഫ് ഒരു ക്യൂറേറ്റീവ് റെമഡിയാണ് ആസ്മ. ഇത് ഡയറിയ ബിഫോർ ഡയറിയ ആൾട്ടർനേറ്റിംഗ് വിത്ത് ആണെങ്കിൽ കാലികാർബം, ഡയറിയ ബിഫോർ ഡയറിയ ആണെങ്കിൽ ദറ്റ് ഈസ് നാട്രോസൾഫ്. ഡയറിയ ആൾട്ടർനേറ്റിംഗ് വിത്ത് കാലികാർബം കേട്ടോ, തെറ്റിപ്പോകരുത്. പിന്നെ ഡൈജഷൻ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട് എങ്കിൽ സാങ്കുനേറിയ ഇസ് ദ മെഡിസിൻ. പിന്നെ കുടിയന്മാർക്ക് ഡ്രങ്കാർഡ്സ് അതിന്റെ ബെസ്റ്റ് മെഡിസിൻ ഈ സോളിഡാഗോ ടിഞ്ചറും കൊടുക്കണം. അതിന്റെ കൂട്ടത്തിൽ മെഫൈറ്റിസും കൊടുക്കണം. മെഫൈറ്റിസ് 30 കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കും. പിന്നെ എക്സസീവ് ആയിട്ടുള്ള എക്സർഷൻ കൊണ്ട് വിമിഷ്ടം ഉണ്ടാകുക എന്ന് വിചാരിച്ചു, തൂമ്പാപ്പണിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക, എക്സർഷൻ കൊണ്ടുണ്ടാകുകയാണെങ്കിൽ മെഡിസിൻ സിലീഷ്യ മെഡിസിൻ. പിന്നെ ഫ്രം സപ്രസ്ഡ് സ്വെറ്റ് കൊണ്ടുണ്ടാകുകയാണെങ്കിൽ ഒളിയാണ്ട. പിന്നെ ഭയന്നിട്ട് കുട്ടികൾ ഭയന്നോ മറ്റോ എടുത്തു കഴിഞ്ഞിട്ട് ശ്വാസം മുട്ടലുണ്ടാകുകയാണെങ്കിൽ കൊടുക്കേണ്ട മെഡിസിൻ സാംബുക്കസ്. പിന്നെ ഈ നമ്മൾ ന്യൂ മൂണിന് സൈലീഷ്യ കൊടുക്കുന്ന പോലെ തന്നെ ഫുൾ മൂണിന് കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിനാണ് സ്പോഞ്ചിയ. പിന്നെ ഗോയിറ്റർ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഗോയിറ്ററോട് കൂടിയിട്ടുള്ള ഒരു പേഷ്യന്റ് കൊടുക്കാൻ പറ്റുന്ന മരുന്നാണ് ഫുൾ മൂണിന്റെ, ബിക്കോസ് അത് സ്പോഞ്ച് തന്നെയാണ്. പിന്നെ ഈ ഹൈസ്, അതായത് ഈ അലർജി വന്നിട്ട് ഇങ്ങനെ ദേഹത്ത് മുഴുവൻ ഇങ്ങനെ തടിച്ച് ഹൈസ്, അതിന് ബെസ്റ്റ് മെഡിസിൻ പൾസാറ്റിലെയും എപ്പിസും രണ്ടും ഹോട്ട് റെമഡിയാണ്. പിന്നെ ഐസ് വാട്ടർ അഗ്രവേഷൻ, തണുത്ത വെള്ളം കുടിക്കുമ്പോൾ ഉണ്ടാകും, അതിൻ്റെ ദറ്റ് ഈസ് മെഫൈറ്റിസ്. പിന്നെ ഈ ഇൻഫന്റൈൽ ആസ്മ അതിന് ബെസ്റ്റ് മെഡിസിൻ ഈസ് മെഡോറിന. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയാണ് മെഡോറിന. പിന്നെ സ്പൈനൽ ഇഞ്ചുറി ഉണ്ടാകുക, അതായത് ഉരുണ്ട് വീട് തെങ്ങെന്നോ മാവെന്നോ മറ്റോ ഉണ്ടായതിന് ശേഷം അല്ല സ്പൈനൽ ഇഞ്ചുറിയോ മറ്റോ ഉണ്ടായിട്ട് വിമിഷ്ടം വരികയാണെങ്കിൽ ഹൈപ്പറിക്കൻ ടെന്നം. പിന്നെ പീരിയഡ്സ് മെൻസസ് ആബ്സെന്റ് അങ്ങനെ അപ്പോൾ വിമിഷ്ടം ഉണ്ടാകുകയാണെങ്കിൽ സ്പോഞ്ചിയായിസ് മെഡിസിൻ. പിന്നെ ഒരു ടൈം അഗ്രവേഷന്റെ പറയുകയാണെങ്കിൽ 1 AM to 4 AM മെഡിസിൻ ഈസ് സിഫിലിന. പിന്നെ കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ ശ്വാസം മുട്ടലോ വല്ലതും വരികയാണെങ്കിൽ അതിന്റെ മെഡിസിൻ ഡ്രൊസേറ. പിന്നെ ഈ കർക്കിടക മാസത്തിലും ഒക്കെ ഇടിവെട്ടൽ ഉണ്ടാകുമ്പോൾ പേടിച്ചിട്ട് കുട്ടികൾ വിമിഷ്ടം ഉണ്ടാകും ഈ ശബ്ദം കേൾക്കുമ്പോൾ, അതിന് ബെസ്റ്റ് മെഡിസിൻ ഈസ് സിലീഷ്യാണ്. പിന്നെ വിമിഷ്ടത്തോടു കൂടി തലയിറക്കം വരുവാണെങ്കിൽ ദാറ്റ് മെഡിസിൻ ഈസ് കുപ്രമെറ്റ്. പിന്നെ വിന്റർ പീരീഡില്
അഗ്രവേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് മെഡിസിൻ കാർബോവെഗും നക്സോമിക്ക നാട്രിയം. വാക്സിനേഷന്റെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് ആന്റിൻഡാറ്റ് കൊടുക്കാം, പൂജ കൊടുക്കാം, സിലീഷ്യ കൊടുക്കാം, കാഴ്സിനോസിൻ കൊടുക്കാം. പിന്നെ കൺജങ്ക്ടിവൈറ്റിസ് വന്നു കഴിഞ്ഞാൽ വിമ്മിഷ്ടമെല്ലാം ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നു എന്ന് കാഴ്സിനോസിൻ. മീസിൽസ് വന്നു കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് വിമ്മിഷ്ടം ഉണ്ടാകുകയാണെങ്കിൽ ദാറ്റ് മെഡിസിൻ ഈസ് കാർബോവെക്. മെനോപാസ് സംബന്ധിച്ച് മെനോപാസിന് ശേഷമാണ് ഡോക്ടറെ എനിക്ക് ഈ വിമ്മിഷ്ടം തുടങ്ങുക എന്ന് പറയുകയാണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാം ലാക്ടോസിസ്റ്റെല്ലാം. പിന്നെ ഡ്യൂറിങ് മെൻസസിൽ മാത്രമേ വിമ്മിഷ്ടം വരാറുള്ളെങ്കിൽ അതിന് മെഡിസിന് കുപ്രമെട്ടും ലാക്ടസിസും സ്പോഞ്ചിയായുമാണ്. അയഡും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഈ മെൻസസ് കഴിഞ്ഞിട്ട് വിമ്മിഷ്ടം ഉടനെ ഉണ്ടാവുകയാണെങ്കിൽ ദാറ്റ് മെഡിസിൻ ഈസ് സ്പോഞ്ചിയ. പിന്നെ സപ്രഷൻ ഓഫ് മെൻസസ് അങ്ങനെ വരികയാണെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻ പൾസാറ്റിലാണ്. ഈ മെൻസസ് ബിഫോർ മെൻസസ് മെഡിസിൻ ഉണ്ടാവുകയാണെങ്കിൽ ദാറ്റ് മെഡിസിൻ ഈസ് സിലീഷ്യ. ഈ പീരീഡ്സ് ശരിക്കും ഒരു സ്കാൻഡി ആയിട്ടാണ് പീരീഡ്സ് വരുന്നതെങ്കിൽ ദാറ്റ് മെഡിസിൻ ഈസ് അർജന്റൈൻ. പിന്നെ നേസൽ ഒബ്സ്ട്രക്ഷൻ കൊണ്ടാണ് വിമ്മിഷ്ടം വരുന്നതെങ്കിൽ മെഡിസിൻ ഈസ് ലെംനാമൈനർ മെഡിസിൻ. പിന്നെ എവരി 7 days ഒരു പാസ്, ഒരു ഏഴാം പക്കമേ വരത്തുള്ളൂ. അത് അപൂർവമായിട്ടേ കിട്ടാറുള്ളൂ. പക്ഷെ അതിന് നല്ല മെഡിസിൻ ഇഗ്നേഷ്യ. പിന്നെ നമുക്ക് ഇത്ര ഞാൻ പറഞ്ഞല്ലോ. ഇനി ടൈം മൊഡാലിറ്റി വെച്ച് നമുക്ക് നോക്കാം. ടൈം മൊഡാലിറ്റി വെച്ച് പറയുകയാണെങ്കിൽ കൃത്യം 10 മണിക്ക് വിമ്മിഷ്ടം ഉണ്ടാകും. ബെസ്റ്റ് മെഡിസിൻ കാഴ്സിനോസിനും ഫെറം. സ്പീഡ് കൂടുതലാണോ? അതെ ഡോക്ടറെ, കുറച്ചുകൂടെ സ്പീഡ് കുറയ്ക്കും. അതുപോലെ ഈ 10 മണി AM ആണോ PM ആണോ ഡോക്ടറെ? ഒരു സെക്കൻഡ്. എന്തായാലും 500 10 AM. പിന്നെ 10 AM to 11 AM. ഡോക്ടറെ 10 AM കാഴ്സിനോസിനും ഫെറമെറ്റ്. അത് 10 AM-നാണ്. 10 AM to 11 AM വരെയാണെങ്കിൽ അതിന് ഫെറമെറ്റ് മാത്രം കൊടുത്താൽ. പിന്നെ 9 PM ആണ് ആഴ്സനിക് ആൽബം കാലിക്കാർ. അത് 9 PM ആണ്. പിന്നെ 10 PM ആണെങ്കിൽ മെഫൈറ്റിസ്. 11 PM ആണെങ്കിൽ ചെലുഡോണിയം. പിന്നെ 11 to 2 AM അത് നിങ്ങൾക്ക് അറിയാം, ആഴ്സനിക് ആൽബം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ 1 to 4 AM ദാറ്റ് ഈസ് അതിന് സിഫിലിന. ഇപ്പം എഴുതാമല്ലോ അല്ലേ? എഴുതാം. പിന്നെ 2 AM ഞാൻ പറഞ്ഞു. പക്ഷെ 2 AM ആഴ്സനിക് ആൽബം ഉണ്ട്, കാലികാർബും ഉണ്ട്, കാലിബൈക്കും ഉണ്ട്. പിന്നെ 2 to 3 വരുന്നത് കാലികാർബാണ്. എക്സാക്ട്ലി 3 AM-നാണ് വരുന്നതെങ്കിൽ കാലികാർബും വരുന്നുണ്ട്, കാലി നൈട്രേറ്റും വരുന്നു. 4 AM-നാണ് 3 to 4 AM-നാണ് വിമ്മിഷ്ടം വരുന്നതെങ്കിൽ അത് സാധാരണ നമുക്ക് കിട്ടാറുള്ളത്. അപ്പൊ അതിന് 2 മെഡിസിനാണ് ഉള്ളത്. അതിൽ കാലികാർബും ഉണ്ട്, നാട്രസ് സൾഫർ. ഇത് എക്സാക്ട്ലി 4 AM-ലാണെങ്കിൽ നമുക്ക് നാട്രസ് സൾഫർ തന്നെ കൊടുക്കാം.
പിന്നെ 4 to 5 AM ആണെങ്കിൽ നാട്രൽ സൾഫ് വരുന്നുണ്ട്, കാലി സൾഫ് വരുന്നുണ്ട്, സ്റ്റാനമെറ്റ് വരുന്നുണ്ട്. പിന്നെ ഒരു ഓൾടുഗദർ പറയുകയാണെങ്കിൽ ഒരു മിഡ് നൈറ്റ് ആഫ്റ്റർ വരികയാണെങ്കിൽ നമുക്ക് ആഴ്സനിക് ആൽബിനെ പറ്റി ചിന്തിക്കണം, ലാക്ടോസിസിനെ കുറിച്ച് ചിന്തിക്കണം, മെഡോറിനത്തിനെ കുറിച്ച് ചിന്തിക്കണം. ഇത്രയാണ് ഞാൻ ടൈം മൊഡാലിറ്റി ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോ ഇത് നമുക്ക് ആസ്മയെ സംബന്ധിച്ച് ഇത്രയേ ഉള്ളൂ എങ്കിലും കുറച്ച് സമയം എന്തായെന്ന് അറിയില്ലല്ലോ. 10:05 അല്ലേ? അപ്പോ ഇനി തെർമൽസിനെ കുറിച്ച് എടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പ് ടിഞ്ചേഴ്സിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞു. ടിഞ്ചേഴ്സിനെ കുറിച്ച് പറയാം. ഈ സാധാരണയായിട്ട് നമ്മള് ഈ ആസ്മയോ ഒക്കെ ചികിത്സിക്കുമ്പോൾ മിക്കവാറും ഇത് നമുക്ക് കിട്ടുന്നത് ഈ അലോപ്പതി ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിനെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ അവരതിനകത്ത് ഇതിന്റെ കൂട്ടത്തിൽ ചുമയ്ക്ക് വേണ്ടിയിട്ടുള്ള സിറപ്പോ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മളും അത് കണക്ക് എന്തെങ്കിലും കൊടുത്തില്ല എങ്കിൽ ശരിയാവുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ നോക്കട്ടെ ഈ ആസ്മയ്ക്ക് ഞാൻ ഉപയോഗിക്കുന്ന ടിഞ്ചേഴ്സ് ബ്ലാറ്റ ടിഞ്ചർ ഉപയോഗിക്കും. ബ്ലാറ്റ ടിഞ്ചർ, ആസ്പിഡോസ്പെർമ ടിഞ്ചർ ഉപയോഗിക്കും. ആസ്പിഡോസ്പെർമ, പിന്നെ ജസ്റ്റീഷ്യ ഉപയോഗിക്കും, പിന്നെ ആറേലിയ റെസിമോസ ഉപയോഗിക്കും, ഗ്രൈൻഡീലിയ ടിഞ്ചർ ഉപയോഗിക്കും, സെനേഗ ടിഞ്ചർ ഉപയോഗിക്കും. എൻ്റെ ഒരു പ്രത്യേക പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ധാരാളം ചികിത്സിക്കുന്നതും ഇപ്പോൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള പേഷ്യൻസിന് ഞാൻ സാധാരണയായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കും. ആദ്യം ആ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവരുടെ തെർമൽസ് കണ്ടുപിടിക്കും. ആ തെർമൽസ് കണ്ടുപിടിച്ച് ഒരു ഹയസ്റ്റ് പൊട്ടൻസി കൊടുക്കും. അത് സാധാരണയായിട്ട് 10 പൊട്ടൻസിയാണ് ഞാൻ കൊടുക്കാറുള്ളത്, പേഷ്യൻസിന് കൊടുക്കാറുള്ളത്. ആ 10 പൊട്ടൻസി ഇപ്പോൾ വിമിഷ്ടം ഉണ്ടെങ്കിൽ പോലും ഒരെണ്ണം ഒഴിച്ച് ഈ വിമിഷ്ടത്തോടുകൂടി ഒരു പേഷ്യൻ്റ് എൻ്റെ ഒക്കെ വരുവാണെങ്കിൽ ഞാൻ ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുക്കും. പക്ഷേ അതിൽ ആഴ്സനിക് ആൽബ് മാത്രം ഞാൻ ഹയസ്റ്റ് പൊട്ടൻസി കൊടുക്കത്തില്ല. ഈ ആഴ്സനിക് ആൽബിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് നിങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ ആഴ്സനിക് ആൽബ് എബോവ് 30 നമ്മൾ കൊടുക്കുകയാണെങ്കിൽ മിക്കവാറും കേസുകളിലെല്ലാം അക്ടിവേറ്റ് ചെയ്യുന്നതായിട്ടാണ്. എബോവ് 30. അതേസമയം കൊടുക്കാം, ആഴ്സനിക് ആൽബ് 10 കൊടുക്കാം. നമ്മൾ കേസ് എടുത്തപ്പോഴത്തേക്ക് നമുക്ക് ആഴ്സനിക് ആൽബാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയുള്ള കേസിൽ ഈ ഫസ്റ്റ് സ്റ്റേജിൽ, അതായത് സോറിക് സ്റ്റേജിൽ, അതായത് കണ്ണ് ചൊറിച്ചില്, മൂക്ക് ചൊറിച്ചില്, ചെവി ചൊറിച്ചില്, അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ആദ്യം പേഷ്യൻ്റ് നമ്മുടെ ഒത്തിരി പേര് വരും. ഒത്തിരി കുട്ടികളെ കൊണ്ട് നമ്മളൊക്കെ വരും. വലിയവർക്ക് അധികം കാണാറില്ല, പക്ഷെ കൊച്ചു കുട്ടികളാണ്. ഒരു പിന്നെ കേൾക്കാമോ? കേൾക്കാം ഡോക്ടറെ, കേൾക്കാം. ആ കുട്ടികളെ കൊണ്ട് നമ്മുടെയൊക്കെ വരും. ടീനേജിലുള്ള കുട്ടികളെ കൊണ്ട് നമ്മുടെയൊക്കെ വരും. ഒരു രീതിയില്ല, തുമ്മലും കണ്ണിയൊറിച്ചില്, മൂക്ക് ചൊറിച്ചില്, ചെവി ചൊറിച്ചില്, തല ചൊറിച്ചില് ഒക്കെ ആയിട്ടാണ് നമ്മുടെയൊക്കെ കൊണ്ടുവരുന്നത് ആദ്യം. അപ്പൊ അത് അവര് എന്തെങ്കിലും അലോപ്പതി മരുന്ന്, അലർജിയുടെ മരുന്ന് കഴിച്ചിട്ടുണ്ടാവണം. പക്ഷെ എന്നാലും അങ്ങനെ ഒരു സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് കുറയ്ക്കാവുന്ന ഒരു ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ
നമ്മൾ ആഴ്സനിക് ആൽബുറ്റെന്നം ഒരു ഡോസ് കൊടുക്കുക, ഒറ്റ ഡോസ്, ഒരു ഡോസ് കൊടുത്തിട്ട് ഒരാഴ്ചത്തേക്ക് ഉള്ള പ്ലാസിബോയും കൂടെ കൊടുത്തിട്ടുക. ഒരു 50-60% പേരുടെയും ഇത് കുറയും. ധൈര്യമായിട്ട് കൊടുക്കാം. എൻ്റെ പ്രാക്ടീസിലുള്ള അനുഭവമാണ് കൊടുക്കാം. പക്ഷേ അതിനുശേഷം ഇവർ വന്നിട്ട് ഇവിടൊക്കെ പറയും, ഞാൻ ഡോക്ടറെ നല്ല കുറവുണ്ട്, എൻ്റെ മോന് അല്ലെങ്കിൽ മോക്ക് നല്ല കുറവുണ്ടെന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ പ്ലാസിബോ തന്നെ കണ്ടിന്യൂ ചെയ്യണം. ഈ പ്ലാസിബോ കണ്ടിന്യൂ ചെയ്താൽ ചിലപ്പോൾ 1 മാസം, ചിലപ്പോൾ 2 മാസം, ഡിപ്പെൻസ് ദ സെൻസിറ്റിവിറ്റി അനുസരിച്ച് ഇതിന്റെ ഡ്യൂറേഷൻ നമുക്ക് കിട്ടും. ചിലപ്പോൾ ഒരു മാസം വരെ നീണ്ടു നിൽക്കാം കുറവ്. പിന്നെ നമ്മൾ ആ കുട്ടിക്ക് കൊടുക്കേണ്ട മരുന്ന് ട്യൂബർകുലിൻ 10 ഒരു ഡോസ് കൊടുക്കണം. പിന്നെ ഉണ്ടാകുന്നെങ്കിൽ ട്യൂബർകുലിൻ 10 ഒരു ഡോസ് കൊടുക്കണം. പിന്നെ പ്ലാസിബോ തന്നെ കണ്ടിന്യൂ ചെയ്യണം. കണ്ടിന്യൂ ചെയ്ത് ചിലപ്പം അതോടുകൂടി ആ കുട്ടിയുടെ അലർജി, ആ കംപ്ലൈന്റ് പൂർണ്ണമായിട്ടും മാറും. പിന്നെയും ഒരു 3 മാസമോ ഇല്ലെങ്കിൽ 2 മാസമോ കഴിഞ്ഞിട്ട് ആണ് പിന്നെയും മരുന്നെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മരുന്നാണ് തൂജ കൊടുക്കണം. തൂജ 10 ഇതുപോലെ കൊടുക്കണം. മിക്കവാറും ആ തൂജ കൊടുക്കുന്നതുകൊണ്ട് ആ കേസ് നമുക്ക് കംപ്ലീറ്റ് ക്യൂർ ചെയ്തെടുക്കാം. അത് സോറിക് സ്റ്റേജിലാണെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അതേസമയം ഈ സോറിക് സ്റ്റേജ് കഴിഞ്ഞിട്ട് ഈ കുട്ടികളോ വലിയവരോ ആ സ്റ്റേജിൽ നമ്മുടെയൊക്കെ വരികയാണ്, കുട്ടികൾക്ക് വീസിങ്ങും ഉണ്ടെന്ന് വിചാരിച്ചു, ഇതെങ്കിൽ നമ്മൾ അത് കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ട് തന്നെ നമ്മൾ ചികിത്സിക്കണം. അവിടെ ഈ ആഴ്സനിക് ആൽബുറ്റെന്നം കൊടുത്തില്ല. അതാണ് ഞാൻ ഇപ്പോൾ ഇത്രയും പറഞ്ഞത്. അവിടെ ആഴ്സനിക് ആൽബുറ്റെന്നം കൊടുത്താൽ ഈ വിമ്മിഷ്ടം അഗ്രവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അലോപ്പതി ആശുപത്രിയിൽ പോയി കൊണ്ടുചെന്ന് എന്ത് ചെയ്താലും ആ അഗ്രവേഷൻ കുറയത്തില്ല. അത് ആ അഗ്രവേഷൻ കുറച്ച് ദിവസം കൊണ്ട് പതുക്കെ കുറയത്തുള്ളൂ. അതിന് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൊടുക്കേണ്ട മരുന്ന്, അത് കുറയ്ക്കാൻ വേണ്ടി കൊടുക്കേണ്ട മരുന്ന് കാർബോവെപ്പ് 200 ഒരു 3 ഡോസ് വെച്ച് ഡെയിലി കൊടുത്താൽ പതുക്കെ കുറഞ്ഞു വരും. അതുകൊണ്ട് അത് എപ്പോഴും കോഷ്യസ് ആയിരിക്കണം. അങ്ങനെ വിമ്മിഷ്ടമായിട്ട് വരുവാണെങ്കിൽ യാതൊരു കാരണവശാലും ആഴ്സനിക് ആൽബുറ്റെന്നം കൊടുക്കും. കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഴ്സനിക് ആൽബ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കരുത്. മറ്റ് കേസുകളിലൊക്കെ ഇപ്പോൾ നമ്മളെ കിട്ടിയിരിക്കുന്നത് നാട്രോസൾഫ് ആണെന്ന് വിചാരിച്ചു. നാട്രോസൾഫ് മഴക്കാലമാണ്, എന്തെങ്കിലും തണുത്തത് കഴിച്ചാൽ പിന്നെ വിമ്മിഷ്ടം ഉണ്ടാവും. അങ്ങനെ ഹോട്ട് പേഷ്യൻ്റ് ആണ്. എല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ നാട്രോസൾഫ് കൊടുക്കാം. നാട്രോസൾഫ് 10 കൊടുക്കാം. ഒരു പ്രശ്നമുണ്ട്, നാട്രോസൾഫിന് ആ പ്രോബ്ലം ഉള്ളതായിട്ട് കാണുന്നില്ല. ബാക്കി മെഡിസിൻസ് എല്ലാം നമുക്ക് കൊടുക്കാം. കാലിയക്കാർബ് കൊടുക്കാം, സിലീഷ്യ കൊടുക്കാം, കാലിയക്കാർബ് കൊടുക്കാം, പിന്നെ തൂജ കൊടുക്കാം, ലൈക്കോപോഡിയം കൊടുക്കാം. ഈ ആഴ്സനിക് ആൽബിന്റെ കാര്യത്തിൽ മാത്രം നിങ്ങൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. അത് പറയാനായിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത്. പിന്നെ ഈ ആസ്മയ്ക്കുണ്ടാകുന്ന നമ്മൾ ടിഞ്ചേഴ്സ് കൊടുക്കണമെന്ന് പറഞ്ഞു. ആദ്യ കാലങ്ങളിൽ ഞാൻ ഈ ടിഞ്ചേഴ്സ് എല്ലാം ഒറ്റയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ പിന്നെ അതിനുശേഷം ഒരു 20 വർഷം മുമ്പ് ഒറ്റയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഈ ബ്ലാറ്റായും ആസ്പ്രോസ്പെർമയും ജസ്റ്റിഷ്യയും ആറേലിയായും ഗൈൻഡേലിയയും സെനാഗയും ഒക്കെ ഒറ്റയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഇത് എല്ലാം കൂടെ ഈക്വൽ ക്വാണ്ടിറ്റി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 20 ഡ്രോപ്സ് വെച്ച് കുട്ടികൾക്കാണെങ്കിൽ ഒരു 20 ഡ്രോപ്സും വലിയവർക്കാണെങ്കിൽ ഒരു 25 ഡ്രോപ്സും 25ഓ 30ഓ ഡിപ്പെൻസ് അവരുടെ ഏജ് അനുസരിച്ച് അങ്ങനെ കൊടുത്തു നോക്കിയപ്പം എനിക്ക് വളരെ നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പം അതിനുശേഷം
ഞാൻ ഇത് ഈക്വൽ ക്വാണ്ടിറ്റി മിക്സ് ചെയ്ത് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അപ്പൊ ഇങ്ങനെ ഇൻവെസ്റ്ററായിട്ട് വരുമ്പോൾ വലുതായിട്ട് വരുമെന്ന് കഴിഞ്ഞാൽ ഇത് കൊടുക്കുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ട, വലിവിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇൻഹെയിലർ ഉപയോഗിച്ചുകൊണ്ട് വരുന്ന രോഗികൾക്ക് യാതൊരു കാരണവശാലും ഇൻഹെയിലർ പെട്ടെന്ന് നിങ്ങൾ മാറ്റരുത്. മാറ്റിക്കഴിഞ്ഞാൽ ആ പേഷ്യന്റ് നമ്മുടെ അത് ടേപ്പർ ചെയ്യണം. അതായത് ഇപ്പൊ 3 നേരം അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമ്മുടെ മെഡിസിൻ ഒരു 4 ദിവസം 5 ദിവസം കൊണ്ട് ആക്ട് ചെയ്യും. ഇത്രയും മെഡിസിൻ കൊടുത്തു കഴിഞ്ഞിട്ട് അത് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 നേരം എന്നുള്ളത് ഒരു 2 നേരം ആക്കണം. അത് കഴിഞ്ഞിട്ട് അവരൊരാൾക്ക് തന്നെ പറയണം, അത് 2 നേരം മാറ്റി നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എങ്കിൽ നിങ്ങളത് 1 നേരം ആക്കാൻ പറ്റും. ഈ 1 നേരം മാത്രമാക്കി കുറച്ചു നാളായി കഴിയുമ്പോൾ അവരുടെയൊക്കെ പറയണം ഒന്നിരാടം ആക്കാം പറ്റും. അങ്ങനെ അത് ടേപ്പർ ചെയ്ത് പിന്നെ നമ്മൾ പറയേണ്ടത്, എപ്പോഴെങ്കിലും ഇത് ഉണ്ടാകുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നതെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ലേശം വിമ്മിഷ്ടം പോലെ തോന്നുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ അത് ഒന്ന് ഉപയോഗിച്ചാൽ മതി. അതുകൊണ്ട് കീപ്പ് ഇറ്റ് വിത്ത് യു. പക്ഷെ കുട്ടികൾക്ക് ഈ പ്രശ്നം വരുന്നതായിട്ട് ഞാൻ കാണത്തില്ല. കുട്ടികൾക്കെന്ന് പറയുന്നത് ഒരു 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എങ്ങനെ വരുന്നതായിട്ട് കാണുന്നില്ല. നമുക്ക് ഈ മെഡിസിൻ കൊണ്ട് തന്നെ അത് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. പിന്നെ ഇതിന്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ക്യൂർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പം പ്രയർ സിംറ്റംസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചിലപ്പം ദേഹം മുഴുവൻ ചൊറിച്ചിലുണ്ടാവാം, ചിലപ്പോൾ ഡയറിയ ഉണ്ടാവാം, ചിലപ്പോൾ ടെമ്പറേച്ചർ ഉണ്ടാവാം, ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ വാച്ച് ചെയ്ത് ഇപ്പൊ ഡയറിയ ആണെങ്കിൽ നമ്മൾ പറയാം ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദാറ്റ്. ഒരു 1-2 ദിവസം മെഡിസിൻ കൊടുക്കരുത്. അത് കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് അത് നിൽക്കും. ഈ പനിയാണെങ്കിൽ നമ്മൾ വാച്ച് ചെയ്ത് നല്ല ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ മാത്രം മെഡിസിൻ കൊടുക്കുക. ഇല്ലെങ്കിൽ ചെറിയ ടെമ്പറേച്ചർ ഇതൊക്കെ ഉള്ളതെങ്കിൽ അത് താന് ഡിസപ്പിയർ ചെയ്യും. ഇത് അങ്ങനെ ചെയ്യാം. പിന്നെ ഈ ടിഞ്ചേഴ്സ് ഈക്വൽ ക്വാണ്ടിറ്റി വേണം എടുക്കാനായിട്ട്. അതായത് ഒരു 1/2 ounce വെച്ച് നിങ്ങൾ മിക്സ് ചെയ്ത് നിങ്ങളുടെ ക്ലിനിക്കിൽ വെച്ചോളുക. അതിന് ചാർജ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഞാൻ അതിന് നന്നായിട്ട് ചാർജ് ചെയ്യുകയും ചെയ്യും. മിക്സ് മിക്സിംഗ് ആയിട്ട് ഞാൻ കൊടുക്കും. അപ്പം ഈ ടിഞ്ചേഴ്സ് ഇതെല്ലാം നമുക്ക് ഈക്വൽ ക്വാണ്ടിറ്റി ഉപയോഗിക്കാം. അതായത് കഫ് സിറപ്പിനെ പോലെ ആകും അല്ലേ? അതൊരു കഫ് സിറപ്പിനെ പോലെ ആകും. ആസ്മ മിക്സ് എന്നും പറഞ്ഞ് എൻ്റെ ക്ലിനിക്കിൽ വന്ന് പ്രാക്ടീസ് ചെയ്ത ഡോക്ടർമാർ ധാരാളമുണ്ട്. അപ്പൊ അവർക്ക് ഞാൻ ഇതിനു മുമ്പ് പല ക്ലാസ്സിലും എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരു അക്യൂട്ട് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടിഞ്ചറാണ് ഇത്. ഇങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് എൻ്റെ റിസൾട്ട് നോക്കും. ഈ മൾട്ടി പ്രോങ് അപ്രോച്ച് വേണം നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള കേസുകളിൽ ചെയ്യാം. അതായത് ഡൈനാമിക് ആയിട്ട് നമ്മൾ ചികിത്സിക്കണം, അതിനോടൊപ്പം തന്നെ പത്തോളജിക്കലായിട്ട് ചികിത്സിക്കണം. മൾട്ടി പ്രോങ് അപ്രോച്ച് വേണം എപ്പോഴും ഇതിന് ചെയ്യാനായിട്ട്. ആ മൾട്ടി പ്രോങ് അപ്രോച്ചിലൂടെ മാത്രമേ നമുക്ക് പേഷ്യൻസിനെ പിടിച്ചു നിർത്താൻ പറ്റത്തുള്ളൂ. കാര്യം ഡൈനാമിക് എഫക്റ്റിൽ അത് അങ്ങനെ തന്നെ വർക്ക് ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യൻസ് ഫീൽ ബെറ്റർ ആവുകയും ചെയ്യും. ആ ഡൈനാമിക് ഇഫക്റ്റ് കൊണ്ട് രോഗി ക്യൂർ ചെയ്ത് വരികയും ചെയ്യും. ഇതാണ് എൻ്റെ ഒരു ഫിലോസഫി. അങ്ങനെയാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. ഇത്രയും കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് 10-25 വർഷത്തോളം ഞാൻ ഉപയോഗിക്കും. ഇതുപോലെ തന്നെ വേറെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഇതിപ്പം ഈ ആസ്മയോട് ചേർന്ന് ഞാനിത് പറഞ്ഞത്. പിന്നെ ഇത്രയും പറഞ്ഞു പോയി. പിന്നെ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആസ്മ ചികിത്സിക്കുമ്പോൾ ഇവരോട് പറയേണ്ട പഥ്യങ്ങൾ, അതൊരു മുഖ്യ കാര്യമാണ്. പഥ്യങ്ങൾ എന്നുവെച്ചാൽ നമ്മൾ പഥ്യം പറയാതെ ആസ്മ ചികിത്സിക്കാൻ പറ്റത്തില്ല. ആ പഥ്യം എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫിഷുകളിലെ ഈ ഷെൽ ഫിഷുകളാണ് ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാക്കുന്നത്. ഷെൽ ഫിഷുകളാണ്. ഈ ഷെൽ ഫിഷ് എന്ന് പറയുമ്പോൾ, ഈ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൻപുറങ്ങളിലാണെങ്കിൽ
കൊഞ്ച്, അയല, ഞണ്ട്, കക്ക ഇറച്ചി ഇതൊന്നും കുടിപ്പിക്കരുത്. ഈ അയല ഞാൻ പറയാൻ കാര്യം, മത്തിക്ക് അതേസമയം കുഴപ്പം, അയല അലർജി. ചില കുട്ടികൾക്ക് അയല കഴിച്ചു കഴിഞ്ഞാൽ ദേഹത്ത് മുഴുവൻ ചൊറിഞ്ഞടിക്കും. അപ്പൊ അത് ദോഷകരമാണ്. അതുകൊണ്ട് അത് കുടിപ്പിക്കരുത്. പിന്നെ അടുത്ത ഒരു പഥ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തൽക്കാലത്തേക്ക് മീറ്റും എഗ്ഗും ഞാൻ അവോയ്ഡ് ചെയ്യും. അതിന് കോൺട്രാവേഴ്സി ഉള്ള ആൾക്കാരുണ്ട്, പക്ഷെ ഞാൻ അത് അവോയ്ഡ് ചെയ്തിട്ട് പതുക്കെ ഞാൻ കുടിപ്പിക്കത്തുള്ളൂ. കുടിപ്പിക്കും, വിമ്മിഷ്ടമെല്ലാം മാറിക്കഴിഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് ഞാൻ കുടിപ്പിച്ച് നോക്കിയിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല, അപ്പൊ കണ്ടിന്യൂ ചെയ്യാൻ പറയും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെർഫ്യൂംസ് ഉപയോഗിക്കരുതെന്ന് പറയും. പെർഫ്യൂംസ്, അതായത് പെർഫ്യൂംസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചില ആസ്മ പേഷ്യൻസിന് വിമ്മിഷ്ടം ഉണ്ടാക്കും. അത് വീടുകളിൽ പോലും ഉപയോഗിക്കരുതെന്ന് പറയണം. അച്ഛനോ അമ്മയോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും പോലും സ്റ്റോപ്പ് ചെയ്യും. വലിയവരാണെങ്കിലും അത് സ്റ്റോപ്പ് ചെയ്യണം. പെർഫ്യൂംസ്, സ്ട്രോങ് സ്മെൽ. പിന്നെ ഉപയോഗിക്കരുതെന്ന് പറയുന്നത്, ഈ കൊതുകിനെ ഓടിക്കാനുള്ള ഒരു സാധനം മുറിക്കകത്ത് വെക്കരുതെന്ന് പറയും. ഒരു സാധനം. അപ്പൊ അവർ പറയും, ഡോക്ടറെ മറ്റേ കുത്തുന്ന സാധനമില്ല, ആ കുത്തുന്ന സാധനത്തിൽ പോലും അതിനകത്തുനിന്ന് വിഷപ്പുകയായിരുന്നു, കൊതുക് ചത്തു വീഴുന്നു. അത് യാതൊരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. നെറ്റ് ഉപയോഗിച്ചോളാൻ പാടില്ല. അങ്ങനെ അതാണ്. പിന്നെ അടുത്തതുള്ളതെന്ന് വെച്ചാൽ, തൽക്കാലത്തേക്ക് ബേക്കറി സാധനങ്ങൾ ഉപയോഗിക്കരുതെന്ന്. തൽക്കാലത്തേക്ക് ബേക്കറി സാധനം. അതേസമയം ഉണ്ടാക്കുന്ന ചിപ്സോ മറ്റോ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ബേക്കറി സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളറിങ് മെറ്റീരിയൽസ് ഒക്കെ പോയിസണസ് ആണ്. അത് അലർജി ഉണ്ടാക്കും. കളറിങ് മെറ്റീരിയൽസ് ഒക്കെ അലർജി ഉണ്ടാക്കും. അതുകൊണ്ട് അത് ഉപയോഗിക്കരുതെന്ന് പറയണം. പിന്നെ ഫ്രിഡ്ജ് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കാം. ഏതെങ്കിലും ഫ്രിഡ്ജിലെ സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂടാക്കി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. തണുത്ത സാധനം ഒരിക്കലും അപ്പാടെ എടുത്ത് കൊടുക്കരുതെന്ന് പറയാം. അതേസമയം അത് ചൂടാക്കി വേണമെങ്കിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഈ ചില കുട്ടികൾക്ക് എല്ലാം കുറഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് എവിടെങ്കിലും പോയി, കല്യാണത്തിനോ എവിടെങ്കിലും പോയി ഈ ആർത്തിയോടെ 2-3 ഐസ്ക്രീം വാങ്ങിച്ചു കഴിക്കും. പിറ്റേ ദിവസം നമ്മുടെ കൊണ്ടുവരും. ചുമ, വിമ്മിഷ്ടം ഒക്കെ ആയിട്ട് കൊണ്ടുവരും. അപ്പൊ അതും ശ്രദ്ധിക്കണം. തണുപ്പിന്റെ കാര്യം ശ്രദ്ധിക്കണം, ഫുഡിന്റെ കാര്യം ശ്രദ്ധിക്കണം, പിന്നെ ഈ പെർഫ്യൂംസിന്റെ കാര്യം ശ്രദ്ധിക്കണം. സാമ്പ്രാണിത്തിരി വീട്ടിൽ കത്തിക്കരുതെന്ന് പറയാം. സാമ്പ്രാണിത്തിരി എന്ന് പറയുന്നത് വിഷപ്പുകയാണ്. നമ്മൾ പറയും അത് ചന്ദനത്തിരിയാന്ന് പറയും. അതിനകത്ത് ചന്ദനവും ഇല്ല, ഒന്നും. അത് വെറും ഈ പോയിസണസ് ആയ ഒരു സാധനം കൊണ്ട് ഉണ്ടാക്കുന്ന കുറച്ച് പെർഫ്യൂം. അത് വീട്ടിൽ കത്തിക്കരുതെന്ന് പറയണം. പിന്നെ ഈ കഴിയുന്നത്ര കുട്ടികളാണെങ്കിൽ എണ്ണ വെച്ച് കുളിപ്പിക്കരുത്. എണ്ണ ഇല്ലാതെ കുളിച്ചോളാൻ പറ്റും. പിന്നെ നിർബന്ധമാണെങ്കിൽ ആഴ്ച 1 കിലോമീറ്റർ ഒരു പ്രാവശ്യം. ആ എണ്ണ വെക്കുമ്പം കുട്ടിക്ക് തുമ്മലോ അങ്ങനെ മറ്റോ കാര്യങ്ങൾ വരുവാണെങ്കിൽ യാതൊരു കാരണവശാലും എണ്ണ ഉപയോഗിക്കരുതെന്ന് പറയണം. ഇതെല്ലാം കൂടെ നമ്മൾ പറയണം. ഇതെല്ലാം കൂടെ പഥ്യമായിട്ട് പറഞ്ഞ് നമ്മൾ ചികിത്സ സ്റ്റാർട്ട് ചെയ്യും. തീർച്ചയായിട്ടും വിമ്മിഷ്ടം കുറയും. ഇത്രയാണ്. സമയമായോ? നമുക്ക് 5 മിനിറ്റേ ഉള്ളൂ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടറുടെ ക്ലാസ് ഇന്ന് പറഞ്ഞതെല്ലാം കഴിഞ്ഞല്ലോ അല്ലേ ഡോക്ടറെ? അല്ല, ഞാനിനി തെർമൽസിനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞു. പക്ഷേ അതിനുള്ള സമയമില്ല. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ കേസ് എടുക്കുന്നതാണ്. കേസ് എടുക്കുമ്പോൾ പിന്നെ കേസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ആസ്മ കേസാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധിച്ച് വേണം കേസ് എടുക്കാനായിട്ട്. എന്താന്ന് വെച്ചാൽ ചുമ്മാ വലിച്ചു വാരി എഴുതിയിട്ട് ഒരു കാര്യമില്ല. വലിച്ചു വാരി എഴുതിയിട്ട് കാര്യമില്ല. അവരുടെ അതായത് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ തെർമൽസ്
പിന്നെ അവരുടെ ഈ എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ അത്, പിന്നെ ഹെറിഡിറ്ററി ഉണ്ടെങ്കിൽ അത്, അതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് നോട്ട് ചെയ്യണം. നോട്ട് ചെയ്തിട്ട് വേണം ആ കേസ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. ഡോക്ടർ, ഇവിടെ ഒരു സംശയം ജയലളിത ഉമേഷ് ചോദിച്ചിരിക്കുന്നു. ഡയറിയ കഴിഞ്ഞിട്ട് സോളിഡാഗോ മെഫൈറ്റിസ് പറഞ്ഞത് എന്തിനായിരുന്നു? അതെനിക്കൊന്ന് ആസ്മ ഇൻ ആൽക്കഹോളിക്സ് അല്ലേ? ആൽക്കഹോൾ ആണോ? ഉള്ളവർക്ക് ആസ്മ ഉണ്ടെങ്കിൽ വരുന്നെങ്കിലാണ് മെഫൈറ്റിസും സോളിഡാഗവും പറഞ്ഞത്, അല്ലേ ഡോക്ടറെ? അത് ഞാനത് ആസ്മ ഇൻ ആൽക്കഹോളിക് മെഫൈറ്റിസും സോളിഡാഗവും പറഞ്ഞിരിക്കുന്നത് അതാണ് ഡയറി കഴിഞ്ഞിട്ട്. അല്ലേ? ഉം. ഉം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഡോക്ടറോട് ചോദിക്കാനുണ്ടോ? അപ്പൊ ഇനി തെർമൽ ആർക്കെങ്കിലും റിയാക്ഷൻ ഇനി ഇപ്പം വേറൊരു ക്ലാസ്സിൽ പറയുമോ, അതോ വേറെ ഏതെങ്കിലും സബ്ജക്റ്റുമായിട്ട് ഏത് അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് പറയുമോ? ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് ഇപ്പം ആസ്മയുടെ ഒരുമാതിരി എല്ലാം കവർ ചെയ്തു. ഡോക്ടറെ, ഈ ബ്ലാറ്റ ടിഞ്ചറിനൊരു വല്ലാത്ത മണം ഉണ്ടല്ലോ, അപ്പൊ അത് ഒഴിവാക്കാൻ തീർച്ചയായിട്ടും വേണ്ടി ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും പണമുണ്ട്. പണം ഇല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മള് അങ്ങനെയൊക്കെ ചില കാര്യങ്ങളും കൂടെ ചെയ്യേണ്ടി വരും ഡോക്ടർ. പിന്നെ ഈ ബ്ലാറ്റ ടിഞ്ചർ അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ കൊടുക്കാൻ പറ്റുന്ന ബ്ലാറ്റ 3X കൊടുക്കും. 3X കൊടുക്കണം. 3X കൊടുക്കും. 3Xനും ഉണ്ട്, ആ സ്മെല്ലുണ്ട്. ആ സ്മെല്ലുണ്ട്. പിന്നെ ഈ ആസ്മ ബ്ലാറ്റ 3X ഈ കഫിന് നല്ലതാണ് കേട്ടോ. കഫിന് നല്ലത്, അതായത് ആസ്മയുടെ കഫിന് നല്ലത് ബ്ലാറ്റ 3X. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഈ തെർമൽസിനെ കുറിച്ച് എടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് പ്രോട്ടോകോൾസ് അതിൻ്റെ എടുക്കാം. അത് ഡോക്ടർ ധനേഷ് തീരുമാനിക്കട്ടെ എന്നാ ഇനി അടുത്ത ക്ലാസ് അന്നൊരു സബ്ജക്റ്റുമായിട്ട് വരാം. ആസ്മയ്ക്ക് എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓൾമോസ്റ്റ് കവർ ചെയ്തെന്ന് തോന്നുന്നു. ഓക്കെ ഡോക്ടറെ, എന്തുകൊണ്ടും വളരെ നല്ല ക്ലാസ് ആയിരുന്നു ഡോക്ടർ ധനേഷ് സാറ്. ഏതൊരു കമ്പനിയുടെ സ്മെല്ലില്ല എന്ന്. അതെ, അതിൽ കമ്പനി സ്മെല്ലില്ല എന്ന് പറയുന്നു. പക്ഷെ പൊതുവെ ബ്ലാറ്റയ്ക്ക് ഒരു സ്മെല്ലുണ്ട്. പൊതുവെ ബ്ലാറ്റയ്ക്ക് സ്മെല്ലുണ്ട്. പിന്നെ നമ്മള് ഈ ഹൈപ്പോട്ടൻസി ഞാൻ പറയുന്നത് ഉപയോഗിക്കുന്നത് ജർമ്മൻ കമ്പനിയുടെ തന്നെ. പണ്ട് ഇപ്പൊ നേരത്തെയൊക്കെ ഞങ്ങൾ BNDയുടെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ വിൽമർ ഷാവയുടെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വിൽമർ ഷാവ ഇന്ത്യയുടെ അല്ല, ജർമ്മന്റെ. വേറെയും ജർമ്മന്റെ ഇതുണ്ട്, റിക്വുഗിന്റെ നല്ല മെഡിസിൻ ഞാൻ സാധാരണയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ ഞാൻ ഇതിനകത്ത് ഈ റിക്വുഗിന്റെ നമ്മൾ ഹയസ്റ്റ് പൊട്ടൻസി ഒരിക്കൽ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാം. അതിനൊരു ടെക്നിക്കുണ്ട്. ആ ടെക്നിക്ക് വെക്കുകയാണെങ്കിൽ ഒറ്റ പ്രാവശ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ന് മരിക്കുന്നുവോ അന്ന് വരെ ഉപയോഗിക്കാം. അത് റേസ് ചെയ്തെടുക്കണം. റേസ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ പൊട്ടൻസി പ്ലസ് ചെയ്ത് നമുക്ക് മാപ്പോട്ട് കൊണ്ടുപോകാം. ഡോക്ടർ, ഇനിയുള്ള ക്ലാസ്സിൽ അങ്ങനെയൊക്കെ പറഞ്ഞ ജൂനിയേഴ്സിന് കുറച്ചും കൂടെ അത് ഉപകാരപ്രദമാവും. പ്ലസിംഗ് മെത്തേഡും നമ്മളെ പൊട്ടൻസി ഹയറിലോട്ട് പോകുന്നതൊക്കെ പറഞ്ഞാൽ അവർക്ക് ഇത് എനിക്ക് അറിയാവുന്നതെല്ലാം ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞു തരാം. എനിക്ക് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സംഭവങ്ങളും ഞാനിത് പറഞ്ഞു. ഇതെല്ലാം ഒരു ടാബ്ലറ്റ് രൂപത്തിലുള്ളതാണ്. ഇത് കയ്യിലുണ്ടെങ്കിൽ, ഞാൻ ഈ പറയുന്നതൊക്കെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്യൂട്ട് കേസ് മാനേജ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്തായാലും ഡോക്ടർ ഇതിനകത്തൊരു കാർബോവിജ് പറഞ്ഞല്ലോ, അതായത് സെക്കൻഡ് സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജ് സോറിക് സ്റ്റേജിലാണ് ആസാൽവ് പറഞ്ഞത്. സെക്കൻഡ് സ്റ്റേജിലോട്ട് വരുമ്പോഴത്തേക്ക് ബ്രോങ്കൈറ്റിസും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കാർബോവിജ് എന്ന് പറഞ്ഞാൽ അതിന്റെ പൊട്ടൻസി എങ്ങനെയാണ്? അപ്പം 200 പൊട്ടൻസി. 200. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആഴ്സനിക് ആൽബിന്റെ പറഞ്ഞപ്പോഴല്ലേ പറഞ്ഞത്. അതെ, ആഴ്സനിക് ആൽബ് 10 യാതൊരു കാരണവശാലും വീസിംഗ് ഉള്ള പേഷ്യൻസിന് കൊടുത്തു കഴിഞ്ഞാൽ അലോപ്പതി പോയാലും അത് കുറയാൻ പറ്റുന്നില്ല. 10. അതേസമയം കൊടുക്കാൻ പറ്റുന്നത് 30 പൊട്ടൻസി. ശ്രദ്ധിച്ചോണം.
എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. 30 പൊട്ടൻസി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ പറയാൻ ഉദ്ദേശിച്ചു, അതും കൂടെ പറഞ്ഞ് നിർത്തിയേക്കാം. നമ്മൾ ഈ അക്യൂട്ട് ഫേസ് ആയിട്ട് നമ്മുടെയൊക്കെ വരുമ്പോൾ നമ്മൾ ഹൈ പൊട്ടൻസി കൊടുത്തു കഴിഞ്ഞു, പിന്നെ നെക്സ്റ്റ് ഡേ തൊട്ട് ഇല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ ശേഷമാണെങ്കിലും മതി, കുഴപ്പമില്ല. ചിലപ്പോൾ ഞാൻ 2 മണിക്കൂർ ഇന്റർവെൽ, അതൊക്കെ ഡിപ്പെൻസ് ആ പേഷ്യന്റിന് ഇതനുസരിച്ച് കൊടുക്കുന്ന മെഡിസിൻ ഉണ്ട്. ആഴ്സനിക് ആൽബ് 30 ഡെയിലി 1 ഡോസ്, ഡെയിലി 1 ഡോസ്. കാർബോവെക്ക് 200 TDS ആയിട്ട് കൊടുക്കും. എപ്പിക്കാക്ക് 30 TDS ആയിട്ട് കൊടുക്കും. അപ്പം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി, പിന്നെ അക്യൂട്ട് റെമഡി ഇതായിട്ട്, പിന്നെ ഈ ടിഞ്ചേഴ്സ്, ഇത്രയാണ് മെഡിസിൻ സാധാരണയായിട്ട് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 90% കേസും നമുക്ക് ഈ രീതിയിൽ മാനേജ് ചെയ്തെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പതുക്കെ അവരുടെ പറയണം, ഒരു 6 മാസമെങ്കിലും മെഡിസിൻ കഴിക്കാൻ പറയണം. 6 മാസമെങ്കിലും മെഡിസിൻ കഴിക്കാൻ പറയണം. നമ്മൾ അതിൻ്റെ തരാതരം പോലെ അത് ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ ഡോക്ടറെ, നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞു. വളരെ നല്ല വളരെ വിലപ്പെട്ട ഒരു ക്ലാസ് തന്നെയായിരുന്നു. ഓൾമോസ്റ്റ് ബ്രോങ്കൈറ്റിസിനെ കുറിച്ചും ആസ്മയെ കുറിച്ചും എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം, എന്തൊക്കെ മെഡിസിൻസ് ഏത് പൊട്ടൻസിയിൽ കൊടുക്കണം, എന്തൊക്കെ ടിഞ്ചേഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ഏതൊക്കെ സ്റ്റേജുകളിൽ എങ്ങനെയൊക്കെയാണ് മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത്, ഇങ്ങനെ വളരെ വിശദമായിട്ട് തന്നെ ഡോക്ടർ വളരെ നല്ലൊരു ക്ലാസ് ആണ് ഇന്ന് നമുക്ക് തന്നത്. അങ്ങനെ നമ്മളുടെ 2148ാമത്തെ സൂം വെബിനാർ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനും ബാക്കിയുള്ള ഹോമിയോ സ്നേഹികൾക്കും IFPHന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഡോക്ടർ ഹരിഹരൻ സാറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. വളരെ പ്രശംസനീയമാണ് സാറിന്റെ ഈ ഓരോ അവസരത്തിലെ ക്ലാസ്സുകളും. ജൂനിയേഴ്സിനാവട്ടെ ബാക്കിയുള്ളവർക്കായ തന്നെ വളരെ ഉപകാരപ്രദമായ, വളരെ വിശദമായി ഡോക്ടർ പറഞ്ഞു തരാറുണ്ട്. ഡോക്ടറെ വളരെ സ്നേഹത്തോടെ വീണ്ടും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അടുത്ത ദിവസം ഇതേ സമയത്ത് വീണ്ടും നമുക്ക് കാണാം. ശുഭരാത്രി. ഓക്കെ, എൻ്റെ ക്ലാസ് വളരെ ക്ഷമയോടെ കേട്ടിരുന്നതിന് നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു. പിന്നെ എസ്പെഷ്യലി ധനേഷ്, മാൻ ഓഫ് ഡെഡിക്കേഷൻ. അതെ സർ, എ മാൻ ഓഫ് ഡെഡിക്കേഷൻ. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഒരു കഥ പറഞ്ഞത്. അതാണ് അത് വളരെ ശരിയാണ്. അദ്ദേഹം ഈ IFPHന് വേണ്ടിയിട്ട് വളരെ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നു. ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് പോലും ഇങ്ങനെ ചെയ്യാൻ പറ്റും. കാര്യം സ്വന്തം പ്രാക്ടീസ്, വീട്ടിലെ കാര്യങ്ങൾ, ഇതെല്ലാം പിന്നെ ഞങ്ങളെയൊക്കെ ഫോൺ ചെയ്യുക, എല്ലാവരെയും ഫോൺ ചെയ്ത് അറേഞ്ച് ചെയ്യുക, എല്ലാം ഡോക്ടർ ധനേഷ്. 24/7 ആണ് ഡോക്ടർ വർക്കിംഗ് ടൈം എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതെ അതെ, നന്ദി സാർ, നന്ദിയോടെ സാർ. ഓക്കെ ഡോക്ടറെ, അപ്പം എല്ലാവർക്കും വീണ്ടും കാണും വരെ നമസ്കാരം. ഗുഡ് നൈറ്റ്.